നവരാത്രി ഘോഷയാത്രയെ സ്വീകരിക്കേണ്ട തിരുവനന്തപുരത്തെ ചിന്തിട്ട ദേവീക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ പാതിവടിയിലായിരുന്നു. 6 മാസം മുമ്പ് അഗ്നിക്കിരയായ അമ്പലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും തുടരുകയാണ്. നവരാത്രി ഘോഷയാത്രയെ അട്ടിമറിക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ശ്രമമാണ് ഇതിന് പിന്നിൽ ഹിന്ദു ഐക്യവേദി ആരംഭിച്ച വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നേരത്തെ പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്ന വാർത്തയിലേക്ക്. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സിനിമാ സ്റ്റൈലിൽ പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 2014 മുതൽ നടത്തിയതുപോലത്തെ പരിശ്രമം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലം ആരും ചെയ്തിട്ടില്ല. 10 ലക്ഷമല്ല അതുക്കും മേലെ തൊഴിലവസരങ്ങൾ നരേന്ദ്രമോദി സർക്കാർ സൃഷ്ടിച്ചു. കോഴിക്കോട് ഗോവിന്ദപുരം നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PM വിശ്വകർമ്മ പദ്ധതി വാർഷികവും സർട്ടിഫിക്കറ്റ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിൽ ഒരുപക്ഷെ നൈപുണ്യ വികസനത്തിനെ സംബന്ധിച്ച് 2014 മുതൽ നടത്തിയ മുന്നേറ്റങ്ങൾ, ഭരണപരമായ പുനഃസ്ഥാപീകരണം അടക്കമുള്ള മുന്നേറ്റങ്ങൾക്ക് അത്രയും കാലം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ആരും ശ്രമിച്ചില്ല. അത് പരിശ്രമത്തിലൂടെ ശക്തമായി കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളത് ഈ രാജ്യത്തിന്റെ യശസ്സിന് കോട്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള യജ്ഞത്തിലാണ് വിശ്വകർമ്മ യോജന വഴി അദ്ദേഹം വിഭാവനം ചെയ്ത് തൊഴിലുകൾ ഇവിടെ 10 ലക്ഷം തൊഴിലെവിടെ, 1 കോടി തൊഴിലെവിടെ, 2 കോടി തൊഴിലെവിടെ എന്ന് ചോദിച്ച് നടക്കുന്ന മഹാന്മാർക്ക് പോലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യം ഭരണം പല സംസ്ഥാനങ്ങളിൽ ലഭിച്ചിട്ടും അവിടെ ഒന്നും ഇത് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് നൽകുക പൗരന് എന്നതിനും മേലെ, എന്റെ തന്നെ സിനിമയിലെ ഡയലോഗ് പറഞ്ഞാൽ അതുക്കും മേലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന അടിസ്ഥാന വർഗ മനുഷ്യനെയാണ് നരേന്ദ്രമോദി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യം.